ദൈവരാജ്യത്തെ പങ്കാളിയാകാൻ വേണ്ടി ദൈവവചനം പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ടോ? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 24 മുതൽ വായിക്കുമ്പോൾ തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യക ഗർഭിണിയാകണമെന്ന് കേട്ടപ്പോൾ ജോസഫ് ഒന്ന് മടിച്ചുവെങ്കിലും സ്വപ്നത്തിൽ ദൈവദൂതൻ കൽപ്പിച്ചതിന് ശേഷം ഒന്നും ചിന്തിച്ചില്ല, ഒരു ചോദ്യവും ഉയർത്തിയതുമില്ല. ഉണർന്ന ഉടനെ ദൈവദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ദൈവരാജ്യത്തെ പങ്കാളിയാകാൻ വേണ്ടി ഒരുപാട് നാം സംസാരിക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് വചനം ഒരുപാട് പേരോട് പറയേണ്ട ആവശ്യമില്ല. അനുസരിച്ചാൽ മാത്രം മതി. ദൈവശബ്ദം കേൾക്കാനുള്ള ഹൃദയം നമുക്കുണ്ടാകണം. ദൈവം നമ്മോട് സംസാരിക്കുന്നത് എന്താണോ അത് അനുസരിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളിൽ പലരോടും കർത്താവ് യേശുക്രിസ്തു നിശബ്ദമായി സംസാരിക്കുന്നു. എന്നാൽ നമ്മുടെ അനുസരണം ഉച്ചത്തിലായിരിക്കണം. ഹല്ലേലൂയ. ജോസഫിലേക്ക് നോക്കുമ്പോൾ ബെത്ലഹേമിൽ നിന്നും ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഈജിപ്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഈജിപ്തിൽ നിന്നും വീണ്ടും ദൈവകൽപ്പന പ്രകാരം നസറത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. നസറത്തിൽ നിന്നും വീണ്ടും ജെറുസലേമിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ അനുസരണം വളരെ ഉച്ചത്തിലായിരുന്നു. ഹല്ലേലൂയ. ദൈവം സൈലന്റായി നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ അനുസരണം ഉച്ചത്തിലായിരിക്കണം. സംശയം കൂടാതെ, ചോദ്യം കൂടാതെ അനുസരിക്കുക. അതാണ് ഉച്ചത്തിലുള്ള അനുസരണം. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 63 വായിക്കുമ്പോൾ ഉടനെ അവന്റെ വായി തുറന്നു, അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സംസാരിച്ചു. ഹല്ലേലൂയ. സഖറിയാവ് വർഷങ്ങളോളം ദൈവസന്നിധിയിൽ പുരോഹിതനായിരുന്നു. ഹല്ലേലൂയ. അവന്റെ ദീർഘമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കർത്താവിന്റെ ദൂതൻ എനിക്കൊരു മകൻ ജനിക്കുമെന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ അവൻ സംശയിച്ചു. അവന്റെ അവിശ്വാസം നിമിത്തം അവൻ നിശബ്ദനായി. എന്നാൽ കുട്ടി ജനിച്ചപ്പോൾ അവന്റെ പേര് യോഹന്നാൻ എന്ന് അവൻ പ്രഖ്യാപിച്ചപ്പോൾ അവന്റെ വായി തുറന്നു, അവൻ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി. ഹല്ലേലൂയ. സഖറിയാവ് നമ്മെ പഠിപ്പിക്കുന്ന ഇതാണ്. അവിശ്വാസം, സംശയം നമ്മെ ദൈവസന്നിധിയിൽ നിശബ്ദനാക്കുന്നു. നിശബ്ദതയോടുള്ള അനുസരണം നമ്മുടെ വിശ്വാസമാകുന്ന ശബ്ദത്തെ പുനഃസ്ഥാപിക്കുന്നു, അത് ഉച്ചസ്ഥായിൽ എത്തിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ സഖറിയാവിന്റെ മകനായ യോഹന്നാനിലേക്ക് വരുമ്പോൾ അവൻ പ്രസിദ്ധനായില്ല. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലെ വഴി ഒരുക്കുവാൻ വന്നവനായിരുന്നു സ്നാപ യോഹന്നാൻ. ജോസഫ് നിശബ്ദതയോടെ കർത്താവ് പറഞ്ഞതൊക്കെ അനുസരിച്ചു. സഖറിയാവ് സംശയം ഉയർത്തി. ദൈവത്തിന്റെ വാഗ്ദാനം പൂർത്തിയാകുന്നവരെ അവന്റെ നാവ് ബന്ധിക്കപ്പെട്ടു. സ്നാപ യോഹന്നാൻ കർത്താവിന് മുമ്പാകെ വഴിയൊരുക്കാൻ വന്നു. അവൻ വളരെയണം, ഞാൻ കുറയണം എന്നാണ് സ്നാപ യോഹന്നാൻ അവസാനം പറഞ്ഞു വയ്ക്കുന്നത്. ഹല്ലേലൂയ. ഈ 3 പേരും ദൈവരാജ്യ സ്ഥാപനത്തിൽ പങ്കാളികളാണ്. ഞങ്ങൾ ഏൽപ്പിച്ച ജോലി കഴിഞ്ഞ ശേഷം അവർ തിരശ്ശീലയുടെ പിന്നിലേക്ക് പോയി. ഹല്ലേലൂയ. ഇന്ന് കർത്താവായ യേശുക്രിസ്തു നാം ഓരോരുത്തരോടും ചോദിക്കുകയാണ്, ജോസഫിനെ പോലെ നിശബ്ദതയോടെ അനുസരിക്കുമോ? യോഹന്നാനെ പോലെ എനിക്ക് വഴിയൊരുക്കുമോ? ജോസഫിനെ പോലെ നിശബ്ദമായി അനുസരിച്ചുകൊണ്ട് കർത്താവിനെ ചുറ്റുമുള്ളവർക്ക് നൽകാനായി ക്രിസ്തുവിനും അവർക്കും ഇടയിലുള്ള വഴികൾ നമുക്ക് നേരെയാക്കാം. കർത്താവിന് വഴി ഒരുക്കുവാൻ നാം ഓരോരുത്തർക്കും